ഞാൻ ഈ പറഞ്ഞത് അതുപോലെ നിങ്ങൾ തൊണ്ട തൊടാതെ വിടുങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അന്വേഷിക്കണം. സഹീഹുൽ ബുഖാരി നിങ്ങൾ ചോദിക്കണം ഉസ്താദേ, അദ്ദേഹം പറഞ്ഞ കാര്യം ബുഖാരിയിലുള്ളതാണോ? ചോദിക്കണം. നിങ്ങൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കഅബയുടെ അരികിൽ വന്ന് ഹജ്ജും ഉംറയും തവാഫുകളും നിർവഹിക്കാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ തൽബിയത്ത് ചൊല്ലും. അവർ ഇബ്രാഹിം നബിയുടെ മക്കൾ സന്താന പരമ്പരയിൽ വന്നതാണ്. ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ അവർക്ക് അരികിലുണ്ട്. കഅബ തവാഫ് ചെയ്യുമ്പോൾ അവർ പറയും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എന്താ പറയുക? നമ്മൾ ഹജ്ജിൽ പറയുന്ന വാക്കല്ലേ അത്? ആരായി പറയുന്നത്? അബൂജഹലാണ് ഈ പറയുന്നത്. ഉത്ബയും ഷൈബയുമാണ് ഈ പറയുന്നത്. വലീദ് ഇബ്നു മുഗീറയാണ് ഈ പറയുന്നത്. എന്താ അവർ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. നിനക്ക് ഒരു പങ്കാളിയുമില്ല. ആര് പറഞ്ഞ വാക്ക്? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതവർ പറയുമ്പോൾ അവിടുന്ന് അവരോട് പറയും, ഖത്തു ഖത്തു വൈലക്കും, നിങ്ങൾ ഇവിടെ നിർത്തണേ. ഇതുവരെയാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചത്. അതിനപ്പുറത്തുള്ളത് നിങ്ങൾ പറയരുത്. അതിനപ്പുറത്തുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അവരവിടെ നിർത്തില്ല. അവർ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, അല്ലാഹുവേ നിനക്ക് ഒരൊറ്റ പങ്കാളിയുണ്ട്. ആ പങ്കാളിയുടെ കാര്യം എന്താണ്? ഹുവ ലക, ആ പങ്കാളി അല്ലാഹുവേ നിന്റേതാണ്, നീ പഠിച്ചതാണ്, നീ ഉണ്ടാക്കിയതാണ്, നീയാണ് പങ്കാളിയുടെ ഉടമസ്ഥൻ. ലാത്തയുടെ ഉടമ നീയാണ്, ഉസ്സയുടെ ഉടമ നീയാണ്, മനാത്തയുടെ ഉടമ നീയാണ്.